ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ റീപ്രോഗ്രാമിംഗ് ടൂളായ F64 Ultra കുറിച്ചാണ്. അപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, എന്താ വെച്ചാൽ ECG ടാഗ്, UFI ബോക്സ്. അപ്പോൾ അതുപോലെ തന്നെ EMMC UFS ഒക്കെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് എന്താണ് F64 Ultra. അപ്പൊ അത് നമ്മൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനെക്കാട്ടി റീഡ് ആൻഡ് റൈറ്റ് ഫാസ്റ്റ് നമുക്ക് F64 Ultra ചെയ്യാൻ കഴിയും. EMMC ആണെങ്കിലും UFS ആണെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് കൂടുതലാണ്. അതുപോലെ എന്താണ് ഒരുപാട് വേരിയൻസ് എന്താണ് ഇതിൽ സപ്പോർട്ടാണ്. EMMC ആണെന്നുണ്ടെങ്കിൽ 4.3 മുതൽ 5.1 വരെ, അതേപോലെ UFS ആണെന്നുണ്ടെങ്കിൽ 1 മുതൽ 4 വരെ എന്താണ് ഇതിൽ സപ്പോർട്ടാണ്. അതേപോലെ ഇതിന്റെ സ്പീഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400 MB/s UFSനും അതുപോലെ 200 MB/s EMMCക്കും കിട്ടുന്നതാണ് ഇവര് പറയുന്നത്. അതേപോലെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓരോ IC വേരിയൻസിനനുസരിച്ചാണ് എന്ത് ചെയ്യുക ഇതിന്റെ സ്പീഡ് വരിക. അപ്പം നമുക്ക് അടുത്ത് ഇതിന്റെ EMMC UFS സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് EMMC ആണ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ EMMC നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ഇവിടെ കാണാം, 60 MB/s ആണ് സ്പീഡ് കാണിക്കുന്നത്. അപ്പൊ അത് ഓരോ EMMC വേരിയൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക ഈ സ്പീഡ് കാണിക്കുക. ഇതിപ്പോ നമ്മൾ EMMC എന്താണ് കുറച്ചും കൂടി വേരിയന്റ് കൂടിയപ്പോ ഒരു 5.1 അല്ലെങ്കിൽ 5 ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150-200 MB/s വരെ എന്ത് ചെയ്യും സ്പീഡ് കിട്ടും. അതേപോലെ നമ്മൾ UFS ആണ് എന്താണ് റീഡ് ചെയ്യണേ. അപ്പൊ നമുക്ക് UFS റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് അടിയിൽ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 200, 280, 300 ആ റേഞ്ചിലാണ് ഇതിൽ സ്പീഡ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ UFS അനുസരിച്ചാണ് എന്ത് ചെയ്യുക ഇതിൽ സ്പീഡ് വരിക. ഈ ടൂളിന്റെ സ്പീഡ് ചെക്കിംഗ് മാത്രമാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. ഇനി ഈ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഹെൽത്ത് റിപ്പയർ ചെയ്യാം, എങ്ങനെ ഡെഡ് ബൂട്ട് റിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ മാഗ്നസ് ഫോറത്തിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിനി ആ ഒരു വീഡിയോ ആയിട്ട് കാണാം.